आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കനുപ്രിയയുടെ ആദ്യ ഭാഗമായ പൂർവ്വരാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പൂർവ്വരാഗത്തിലെ 5 ഗീതങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കനുപ്രിയയുടെ അടുത്ത ഭാഗം വരുന്നത് മഞ്ചരി പരിണയമാണ്. മഞ്ചരി എന്ന പദത്തിനർത്ഥം പൂങ്കുല എന്നാണ്. മഞ്ചരി പരിണയത്തിൽ വരുന്ന ഭാഗമാണ് ആമ്രഭോർക്ക ഗീത്, മാവിൻ്റെ പൂങ്കുലയുടെ ഗാനം എന്നാണ് അതിനർത്ഥം. ഈ ഭാഗത്ത് രാധയുടെ ലജ്ജ കാരണം ഉണ്ടാകുന്ന സങ്കോചവും ഭയവും സംശയവുമൊക്കെയാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് കവി. നമുക്കറിയാം, ശൃംഗാരം എന്ന് പറയുന്നത് വിയോഗ ശൃംഗാരവും സംയോഗ ശൃംഗാരവുമാണ്. ഇതിനകത്ത് സംയോഗ ശൃംഗാരം ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രാധയുടെ ലജ്ജ കാരണം കൃഷ്ണനെ കാണാൻ സാധിച്ചില്ല. ആ ദുഃഖമാണ് ഇവിടെ രാധ പറയുന്നത്. നമുക്ക് ഗീതത്തിലേക്ക് കടക്കാം. ആമ്രഭോർക്ക ഗീത്, മാമ്പൂവിൻ്റെ ഗാനം അല്ലെങ്കിൽ മാവിൻ പൂങ്കുലയുടെ ഗാനം ആണ് പേര് കൊടുത്തിരിക്കുന്നത്. यह जो मैं कभी कभी चरम साक्षात्कार के क्षणों में बिल्कुल जड़ और निष्पद हो जाती हूँ, इसका मर्म तुम समझते क्यों नहीं सावरे. तुम्हारी जन्म जन्मांतर की रहस्यमयी लीला की एकांत संगिनी में इन क्षणों में अकस्मात तुमसे पृथक नहीं हो जाती हूँ मेरे प्राण. तुम ये क्यों नहीं समझ पाते कि लाज सिर्फ जिस्म की नहीं होती, मन की भी होती है. एक मधुर भय, एक अनजाना संशय, एक आग्रह भरा गोपन, एक निर्व्याख्या वेदना उदासी जो मुझे बार बार चरम मुख सुख के क्षणों में भी अभिभूत कर लेती हैं. നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. यह जो मैं कभी कभी चरम साक्षात्कार के क्षणों में बिल्कुल जड़ और निष्पद हो जाती हूँ. ഇവിടെ രാധ പറയാണ്, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചു, രാധ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടില്ലായിരുന്നു, കണ്ണൻ്റെ അടുത്തുനിന്ന് വരേണ്ടില്ലായിരുന്നു എന്നുള്ള ദുഃഖമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പഠിച്ചത്. ഇവിടെയും അതുപോലെ തന്നെ രാധ പറയുകയാണ്, നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കണ്ടുമുട്ടിയ ആ വേളകൾ, ആ നിമിഷങ്ങൾ ബിൽക്കുൽ ജഡ് ഓർ നിഷ്പദ് ഹോ ജാത്തി ഹും, അതിനുശേഷം ഞാൻ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വളരെ നിശ്ചലമായി നിൽക്കുന്നതിൻ്റെ ഇസ്ക മർമ്മ, ഇതിൻ്റെ രഹസ്യം, മർമ്മ എന്ന് പറഞ്ഞാൽ രഹസ്യമാണ്, ഇതിൻ്റെ രഹസ്യം തും സമസ്തേ ക്യൂ നഹി സാവരെ, നീ എന്തുകൊണ്ടാണ് കൃഷ്ണ, നീ സാവരെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, കൃഷ്ണ നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്. ഈ രഹസ്യം, അതായത് എനിക്ക് നിന്നെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നീയുമായിട്ട് ആനന്ദ നൃത്തമാടിയതിന് ശേഷം, അതുപോലെ തന്നെ നിൻ്റെ പ്രണയത്തിൽ പങ്കുചേർന്നതിന് ശേഷം എനിക്ക് നിന്നെ കാണാതിരിക്കാൻ, നിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഒന്നും മനസ്സ് ഉണ്ടാകുന്നില്ല. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് രാധ ചോദിക്കുകയാണ് കൃഷ്ണനോട്. തുമാരി ജന്മ ജന്മാന്തർ की रहस्यमय ലീല की ഏകാന്ത സംഗിനിമേ, നിനക്കറിയാലോ, നിൻ്റെ ജന്മജന്മാന്തരമായിട്ടുള്ള, നിൻ്റെ ബാല്യകാലം മുതലുള്ള നിൻ്റെ ലീലകളിലെല്ലാം സഹചാരിയാണ് ഞാൻ. ഏകാന്ത സംഗിനിമേ, സംഗിനി എന്ന് പറഞ്ഞാൽ സഹചാരി. ജന്മജന്മാന്തരം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരമായിട്ട് നിൻ്റെ കൂടെയുള്ള സന്നദ്ധ സഹചാരി. ഇവിടെ രാധ, കൃഷ്ണൻ എന്ന് പറയുന്നത് കാമുകനാണ്, കൂട്ടുകാരനാണ്. അങ്ങനെ പല വേഷങ്ങളാണ് രാധ കണ്ണിൽ നിന്ന് കാണുന്നത്. ഇൻ ക്ഷണോ മേ അകസ്മാത് തും സേ പൃഥക് നഹി ഹോ ജാത്തി മേരെ പ്രാൺ. ഈ ക്ഷണോമേ, നീയുമായിട്ടുള്ള നിൻ്റെ ബാല്യകാലം മുതലേ ഉള്ള സഹചാരിയാണ് ഞാൻ.
നിൻ്റെ കൂട്ടുകാരനായിട്ട്, നിൻ്റെ പതിയായിട്ട് ഇവിടെ രാധാകൃഷ്ണനെ കാണുന്നുണ്ട്, കൂട്ടുകാരനായിട്ട് കാണുന്നുണ്ട്, കാമുകനായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിവരിക്കാം കൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധം. അപ്പം എന്ത് ആയാലും ഇൻ ക്ഷണമേ അകസ്മാത് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആകുക. തുംസെ പൃഥക് നഹി ഹോ ജാതി മേരെ പ്രാൺ, എൻ്റെ പ്രാണദേവ, എനിക്ക് നിന്നിൽ നിന്ന് സെപ്പറേറ്റ് ആവാൻ സാധിക്കില്ല. ഈ നിമിഷങ്ങളിൽ നിന്ന് എനിക്ക് സെപ്പറേറ്റ് ആയി പോവാൻ സാധിക്കില്ല. तुम ये क्यों नहीं समझ पाते कि लाज सिर्फ जिस्म की नहीं होती मन की भी होती है. നീ ഇതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ലജ്ജ എന്ന് പറയുന്നത്, ലാജ് എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. ഈ ലജ്ജ എന്ന് പറയുന്നത് വെറും സിർഫ് ജിസ്മ കി നഹി ഹോത്തി, ശരീരത്തിന് മാത്രമല്ല ലജ്ജ ഉണ്ടാവുക, മൻ കി ബി ഹോത്തി ഹേ, അത് മനസ്സിനും ഉണ്ടാകും. ഇതെന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത്? एक मधुर भय, एक अनजाना സംശയ, एक ആഗ്രഹ ഭര ഗോപൻ. ഈ ഒരു ലജ്ജ കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ രാധ പറയുന്നത്. മധുരമായ ഭയം, एक അഞ്ചാന സംശയ, അറിയാത്ത സംശയങ്ങൾ, एक ആഗ്രഹ ഭര ഗോപൻ, മറവ്, പലതും മറച്ചു വയ്ക്കുക, അതാണ് ഗോപൻ എന്ന് പറഞ്ഞാൽ. ലജ്ജ കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഭയവും സംശയവും ഏകാഗ്രഹ ഭര ഗോപനും, ആഗ്രഹങ്ങൾ നിറച്ചുകൊണ്ടുള്ള മറവ്. ഏക നിർവ്യാഖ്യ വേദന, വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത വേദന. ഉദാസി, വിഷമം. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ലജ്ജ കാരണമാണ്. ജോ മുझे ബാർ ബാർ ചരം സുഖ കെ ക്ഷണമേ ഭി അഭിഭൂത് കർ ലേത്തി ഹേ. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സന്തോഷങ്ങളെ ഒക്കെ തല്ലി തകർക്കുന്നു. അല്ലെങ്കിൽ ചരമ സുഖക്ക് ക്ഷണമേ അഭിഭൂത് കർലെത്തി, അഭിഭൂത് കർലയാൻ കീഴ്പ്പെടുത്തുന്നു. ഈ ഭയവും സംശയവും മറവും വിഷമവും വേദനയും ഒക്കെ ലജ്ജ കാരണമാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്നെ കീഴ്പ്പെടുത്തുന്നു എന്നാണ് രാധ പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. भय संशय घोबन उदासी ये सभी ठेठ चंचल सरछड़ी सहेलियों की तरह मुझे घेर लेती है, और मैं कितना चाहकर भी तुम्हें पास ठीक उसी समय नहीं पहुंच पाती जब आम्र मंजरियों के नीचे अपनी बांसुरी में मेरा नाम भरकर तुम बुलाते हो. उस दिन तुम उस भौर लदे आम की झुकी ढालियों से टिके कितनी देर मुझे बमशी से टेरते रहें. ढलते सूरज की उदास खापती किरणें तुम्हारे माथे की मोर पंगों ये बेबस विदा मांगने लगी, मैं नहीं आई. गायें कुछ क्षण तुम्हें अपनी भोली आंगों से मुँह उठाए देखती रही, और फिर धीरे धीरे नंदगांव की पगडंडी पर बिना तुम्हारे अपने आप मुड़ गई, मैं नहीं आई. यमुना के घाट पर मच्छुओं ने अपनी नावें बांध दी और कंधों पर पतवारें रख चले गए, मैं नहीं आई. ഇനി നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഭാവാർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ രാധ ഇവിടെ പറയുകയാണ്, ലജ്ജ കാരണം ഉണ്ടാകുന്ന ഭയവും മറവും വിഷമവും വേദനയൊക്കെയാണ് നിൻ്റെ അടുത്ത് വരാൻ സാധിക്കാത്തത്. അതുപോലെ ഭയം, സംശയം, കോപൻ, ഉദാസി ये सभी ठेठ चंचल सरझड़ी सहेलियों की तरह मुझे घेर लेती है. ഭയവും സംശയവും മറച്ചു പിടിക്കാനുള്ള ഈ ആഗ്രഹവും, കോപം എന്ന് പറഞ്ഞാൽ മറച്ചു പിടിക്കാനുള്ള ആഗ്രഹമാണ്. ഉദാസി എന്ന് പറഞ്ഞാൽ വിഷമമാണ്. ഈ സബി ഇതെല്ലാം, ടീഡ് എന്ന് പറഞ്ഞാൽ നിർഭയം, ഭയമില്ലാത്ത, ചഞ്ചൽ ഇളകിക്കൊണ്ടിരിക്കുന്ന, ഇളക്കം, ചഞ്ചൽ, സർച്ചടി അഹങ്കാരം, സർച്ചടി എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. അതായത് അഹങ്കാരികളായ കൂട്ടുകാരികൾ പോലെ, സർച്ചടി സഹേലിയോ കിത്തർ, ഇതൊക്കെ ഈ ഭയവും സംശയവും ഗോപനും ഉദാസിയും
ടീഡും ചഞ്ചലും ഇതൊക്കെ അഹങ്കാരികളായ സർച്ചടി സഹേലിയോൻ കിത്തർ കൂട്ടുകാരികളെപ്പോലെ എന്നെ മുझे ഘേർ ലേത്തി ഹേ എന്നെ വളഞ്ഞിരിക്കുകയാണ്. ഇതാണ് കാരണം നിൻ്റെ അടുത്ത് വരാൻ സാധിക്കാത്തതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ രാധ പറയുന്നത്. എന്തൊക്കെയാണ് ലജ്ജ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞു. और मैं कितनी चाह कर भी तुम्हारे पास ठीक उसी समय नहीं पहुंच पाती जब आम्र मंजरों के नीचे. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും और मैं कितना चाह कर भी तुम्हारे पास ठीक उसी समय നിൻ്റെ അടുത്ത് കറക്റ്റ് സമയത്ത് നീ വിളിച്ച സമയത്ത് नहीं पहुंच पाती എനിക്ക് വരാൻ സാധിക്കുന്നില്ല. ജബ് ആമ്ര മഞ്ജുരോക്ക് നീച്ചെ എപ്പോഴാണോ മാവിൻ ചുവട്ടിൽ अपनी बांसुरी में मेरा नाम भरकर तुम बुलाते हो. മാവിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നീ എപ്പോഴാണോ ഓടക്കുഴലിൽ നീ എന്നെ വിളിക്കുന്നത്, ബാസുരി ഓടക്കുഴൽ. ഉസ് ദിൻ തും ഉസ് ഭോർ ലദേ ആം കി, ആ ദിവസം പൂങ്കുല മാവിൻ പൂങ്കുല തൂങ്ങിക്കിടക്കുന്ന, ഭോർ എന്ന് പറഞ്ഞാൽ പൂങ്കുലയാണ്, ഭോർ ലദേ ആം കി മാങ്ങ പൂങ്കുല തൂങ്ങിക്കിടക്കുന്ന, ജുക്കി ഡാലിയോं से टिके कितनी देर मुझे वंशी से टेरते रहे. എത്ര നേരത്തോളം നീ ജുക്കി ഡാലിയോं से ചേർന്ന് നിൽക്കുന്ന, കിത്തനി ദേർ മുझे വംശി से टेरते रहे എത്ര നേരം നീ ഓടക്കുഴലിൽ എന്നെ വിളിച്ച് മാവിൻ ചുവട്ടിൽ അതിനെ ചാരി നിന്നുകൊണ്ട്, അതിനെ ചേർന്ന് നിന്നുകൊണ്ട്, മാവിൻ പൂങ്കുലയുടെ ആ ശാഖ, ആ ബ്രാഞ്ച്, ജുക്കി ഡാലിയ എന്ന് പറഞ്ഞാൽ ശാഖയാണ്, ബ്രാഞ്ചാണ്, തൂങ്ങി നിൽക്കുന്ന, ജുക്കി തൂങ്ങി നിൽക്കുന്ന, അതായത് മാവിൻ പൂങ്കുല, അതിനകത്ത് കണ്ണിമാങ്ങയൊക്കെ പൂക്കളോട് കൂടി, മാവിൻ പൂങ്കുലയോട് കൂടി തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ അത് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മാവിൻ്റെ അടുത്തായിട്ട് ചാരി നിൽക്കുകയാണ് കൃഷ്ണൻ ഓടക്കുഴലിൽ തൻ്റെ രാധയെ വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് വംശി സെ ഠേർത്തെ രഹേ, വംശി എന്ന് പറഞ്ഞാലും ഓടക്കുഴലാണ്. ढलते सूरज की उदास कामती किरणें तुम्हारे माथे के मोर पंखों से बेबस विधा मांगने लगी मैं नहीं आई. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ മാവിൻ്റെ ചോട്ടിൽ മാവിൻ പൂങ്കുല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതും ചാരി നിൽക്കുകയാണ് കൃഷ്ണൻ, ഓടക്കുഴലിൽ രാധയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഇവിടെ അസ്തമിക്കാൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഠൽത്തെ സൂരജ് കി ഉദാസ് കാംതി കിരണേ, വളരെ ദുഃഖിതമായിട്ടുള്ള, ദുഃഖം നിറഞ്ഞുകൊണ്ടുള്ള കിരണങ്ങൾ, സൂര്യൻ്റെ അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ്റെ ദുഃഖത്തിലുള്ള ആ പ്രകാശം, ആ കിരണങ്ങൾ. തുമാരെ മാത്തേക്ക് മോർ പങ്കോ, നിൻ്റെ നെറ്റിയിലുള്ള മയിൽപ്പീലി, സെ ഭേബസ് വിധ, ആ മയിൽപ്പീലിയോട് വളരെ വിവശനായിട്ട് സൂര്യൻ്റെ കിരണങ്ങൾ, അസ്തമ കിരണങ്ങൾ നിന്നോട് വിട പറയാൻ തുടങ്ങി. മേനഹിയായി, അതായത് ഒരുപാട് നേരമായി കൃഷ്ണൻ ഓടക്കുഴലിൽ രാധയെ വിളിക്കുന്നു, അസ്തമിക്കാനായി. പക്ഷേ രാധയ്ക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ലജ്ജ ഉള്ളത് കൊണ്ടാണ്. ലജ്ജ കാരണം ഒരുപാട് കാര്യങ്ങൾ രാധയ്ക്ക് ഉണ്ടായി. ഞാൻ വന്നില്ല, രാധ പറയാണ്, ഞാൻ വന്നില്ല, എനിക്ക് വരാൻ സാധിച്ചില്ല. गायें कुछ क्षण तुम्हें अपनी भोली आंखों से मुंह उठाए देखती रही और फिर धीरे धीरे नंदनगांव की पगडंडी पर बिना तुम्हारे अपने आप मुड़ गई मैं नहीं आई. അതുപോലെ തന്നെ ഗായെ, നമുക്കറിയാം കൃഷ്ണൻ നന്ദഗ്രാമത്തിലെ ഗോപാലകനാണ്. ഒരുപാട് പശുക്കളെയൊക്കെ മേയിച്ച് നടക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും പശുക്കിടാക്കൾ ഉണ്ടാവും. പശുക്കൾ ഗായെ കുച്ച് ക്ഷൺ തുമെ അപ്പനി ഭോലി ആങ്കോസെ മൂ ഉട്ടായെ ദേഖ്തി രഹി, കുറച്ചു നേരം വളരെ ഇന്നസെൻ്റായിട്ട് പശുക്കൾ അദ്ദേഹത്തെ നോക്കി നിന്നു. ഭോലി ആങ്കോസെ, ഇന്നസെൻ്റ് പശുക്കൾ കുറേ നേരം കൃഷ്ണനെ നോക്കി നിന്നു. മൂ ഉട്ടായെ ദേഖ്തി രഹി, മുഖം ഉയർത്തി നോക്കി നിന്നു. ഓർ ഫിർ ധീരെ ധീരെ നന്ദഗാവ് കി പഗഡണ്ടി പേർ, അതിനുശേഷം വളരെ പതുക്കെ നന്ദഗാവ് കി പഗഡണ്ടി പേർ, നന്ദഗ്രാമത്തിലേക്കുള്ള
അതായത് കൃഷ്ണൻ്റെ ഗ്രാമമാണ്. കൃഷ്ണൻ്റെ ഗ്രാമത്തിലേക്ക്, നന്ദഗാവ് കൃഷ്ണൻ്റെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് പഗഡണ്ഡി പർ ബിനാ തുമാരെ അപ്നെ ആപ് മൂഡ് ഗയി. ആ ഇടവഴി, പഗഡണ്ഡി എന്ന് പറഞ്ഞാൽ ഇടവഴിയാണ്. അതായത് ഇതിനകത്ത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇടവഴി, രണ്ട് സൈഡിലും പുല്ലുള്ള ഇടവഴി. ഇടവഴി ഒരാൾക്ക് നടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഇടവഴി കൂടെ കൃഷ്ണനെ വളരെ ഇന്നസെൻ്റ് രീതിയിൽ നോക്കിയിട്ട് പശുക്കൾ നന്ദഗ്രാമത്തിലേക്ക് തിരിച്ചു. ബിനാ തുമാരെ അപ്നെ ആപ് മൂഡ് ഗയി മേ നഹി ആയി. കൃഷ്ണനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പശുക്കളൊക്കെ തിരിച്ച് വീട്ടിലേക്ക്, നന്ദഗ്രാമത്തിലേക്ക് പോയി. എന്നിട്ടും ഞാൻ വന്നില്ല, മേ നഹി ആയി, ഞാൻ വന്നില്ല. പശുക്കളൊക്കെ സ്വയം നടന്നു പോകാൻ തുടങ്ങി. यमुना के घाट पर मच्छुओं ने अपनी नावें बांध दी और कंधों पर पतवारें रख चले गए, मैं नहीं आई. അതുപോലെ തന്നെ യമുന തീരത്ത്, യമുന നദി കടവിൽ, ഘാട്ട് പർ കടവാണ്, മച്ചുവോനെ മുക്കുവർ മീൻപിടുത്തക്കാർ, മച്ചുവോനെ അപ്നി നാവേ ബാന്ധി, മീൻപിടുത്തക്കാർ അതായത് മുക്കുവർ തൻ്റെ ബോട്ട്, തോണി അവിടെ കെട്ടിയിട്ടു. അതായത് അതിനർത്ഥം അവരും അവരെ ജോലി കഴിഞ്ഞിട്ട് പോവാൻ തുടങ്ങി. അത്രയ്ക്കും സമയമായി. വളരെ രാവിലെ തൊട്ട് അവിടെ നിന്നുകൊണ്ട് രാധയെ വിളിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ രാധയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ കാമുകൻ കാമുകന്മാരുടെ ബന്ധമൊക്കെ. കാമുകൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് പ്രണയിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല. ആ അനുഭവം തന്നെയാണ് ഇവിടെ രാധയ്ക്കും വരുന്നത്. അങ്ങനെ മുക്കുവരും തിരിച്ചു പോകാൻ തുടങ്ങി. ഒരു കന്തോപ്പർ പത്തുവാരൊക്കെ ചലേകയെ, തൻ്റെ തോളിൽ തുഴ, പങ്കായം, പത്തുവാര എന്ന് പറഞ്ഞാൽ പങ്കായമാണ്, തുഴയാണ്. ആ തുഴ തോളിൽ വെച്ചുകൊണ്ട് അവർ പോയി. മെനഹിയായി, ഞാൻ എന്നിട്ടും വന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. രാധ ലജ്ജ കാരണം കൃഷ്ണൻ കാത്തു നിന്നിടത്തേക്ക് വരാൻ സാധിച്ചില്ല. കൃഷ്ണൻ ഒരുപാട് നേരമായിട്ട് അവിടെ കോയിലിൽ വിളിച്ചു. പക്ഷേ അത് രാധയെ വിളിച്ചതാണെന്ന് രാധയ്ക്ക് മനസ്സിലായിട്ടില്ല. പശുക്കൾ നന്ദഗ്രാമത്തിലേക്ക് പോയി, മുക്കുവന്മാർ പോയി, സന്ധ്യാസമയമായി, നേരം ഒരുപാടായി. പക്ഷേ രാധയ്ക്ക് വരാൻ സാധിച്ചില്ല. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.